വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കൊടുക്കും. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് നടപടി ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട്, അങ്ങനെ ഇടരുത് എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറയും. പിന്നെ കണ്ടോണ്ട് ഞാൻ തിരിച്ചു വന്നാണ്. ഇനി ഇത് ആവർത്തിക്കുക, നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ആ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു ന്യായമല്ല. ഇന്നലെ ഇട്ട കുപ്പി അറിയിക്കാൻ പറ്റുകയാണ്. വാഹനം തടഞ്ഞു നിർത്തി അതിനകത്ത് 2-3 കുപ്പി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് പ്ലേസിൽ റോഡിൽ കണ്ടത് തടഞ്ഞു നിർത്തിയിട്ട് ഈ ഡ്രൈവറെയും കണ്ടക്ടറെ സഹായിക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ. അതിന്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു സമയം എന്ന് പറഞ്ഞപ്പോൾ കൊട്ടും ചൂട് 36-37 ഡിഗ്രി ഒക്കെ ചൂടടിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ സാധാരണ ഒരു യാത്ര ചെയ്യുവാണെങ്കിൽ തന്നെ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്രയും ലോങ് റൂട്ട് വരുമ്പോൾ എങ്ങനെയാലും ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ഡ്രൈവർ കുടിക്കേണ്ടി വരും. കാരണം അത്രയും ചൂടത്ത് അവരാണ് ജോലി ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവര് PSC എഴുതി അവരെ കഷ്ടപ്പെട്ട് വന്ന ജോലിക്കാരാണ്. ഇപ്പൊ അത്രയും പബ്ലിക് പ്ലേസിലിട്ട് നാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിലൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അത്രയും ശരി എന്നാലും ശരി, ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു നടപടിയായിട്ടുള്ള കാര്യമല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഇതിനെതിരെ നമ്മളിപ്പം ഈ ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ്, നല്ല ഗതാഗത നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ KSRTC ലാഭം അല്ലെങ്കിൽ പോലും നഷ്ടം ഒരുപാട് കുറയ്ക്കാൻ പുള്ളിയുടെ ഒരു ഐഡിയോളജി വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല കാര്യം. കാരണം ഏറ്റവും കഴിഞ്ഞ ഓണത്തിനാണെങ്കിൽ തന്നെയും ഏകദേശം ഒരു 10 കോടിക്ക് മേളിൽ കളക്ഷൻ നേടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. തിരുവോണത്തിന് നമ്മുടെ ചതയം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, ആ ദിവസത്തിൽ 10 കോടിക്ക് മേളിൽ കളക്ഷൻ വന്ന ദിവസം ഉണ്ടായിരുന്നു. ടോപ്പ് കളക്ഷൻ ആയിരുന്നു, റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു. മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് വിജയകരമായിട്ടുണ്ട്. പിന്നെ 3 ഡബിൾ ഡെക്കർ ബസ് ഓടിച്ച് വിജയകരമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇപ്പം ഇലക്ഷൻ നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മളത് പൊതുഗതാഗത വകുപ്പാണ്. ഗതാഗതം പറയുമ്പോൾ ഇപ്പൊ ജനങ്ങളുടെ കൂടിയാണ്. ജനങ്ങളില്ലെങ്കിൽ പിന്നെ ഗതാഗത വകുപ്പ് വണ്ടി ആരും കയറുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് ഒരു കുപ്പി കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവരിപ്പം ഇത്രയും ലോങ് ഓടി വരുന്ന വണ്ടിക്കകത്ത് അവര് വെള്ളം വാങ്ങിച്ചിടും. ചിലപ്പോ ഒരു കുപ്പി അല്ല 2 കുപ്പി. ചിലപ്പം അത് അവരുടെ പ്രോട്ടോകോളിനെതിരായിരിക്കാം. ശരി, അത് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇത്രയും ഇത് പബ്ലിക്കായിട്ട് ഇത്രയും അവരെ നാറ്റിക്കേണ്ട കേസോ കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളൊരു ഒപ്പീനിയൻ വരുന്നുണ്ട് ഒരുപാട്. എന്റെ അഭിപ്രായത്തിൽ അത് വളരെ ഒരു ഇച്ചിരി കടന്ന കൈയായിപ്പോയി. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ഇത്രയും യാത്രക്കാർ വികസനത്തിലുണ്ട്. അപ്പം ഈ മന്ത്രി തന്നെ വിചാരിക്കണം, ഈ മന്ത്രി തന്നെ പറയുന്നുണ്ട് 1 മിനിറ്റ് പോലും വൈകരുത്, ഏറ്റവും കൂടുതൽ സമയത്ത് 2 മിനിറ്റ് മുമ്പ് നേരത്തെ എത്തിച്ചേരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും സമയം റോഡിൽ തടഞ്ഞു നിൽക്കുമ്പോൾ ആ വണ്ടിക്കകത്തുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ടായിരുന്നു പരിഹരിക്കും. ഇപ്പൊ ഇത്രയും ലോങ് ഓടി വരുന്ന വണ്ടിക്കെന്ന് പറയുമ്പോൾ ഇത്രയും പെരുചൂടത്തെന്ന് പറയുമ്പോൾ എന്തായാലും വെള്ളം കുടിക്കേണ്ടി വരും. മന്ത്രി വണ്ടിക്കകത്ത് AC ഒക്കെ ഇട്ടിട്ട് പോകുന്ന പോലെ അല്ലല്ലോ KSRTC-ക്കകത്ത് AC വാനമൊന്നുമില്ല. വെളിയിൽ നിന്നുള്ള കാറ്റ് അടിക്കുന്നുള്ളൂ. അത്രയും ചൂടത്തെ ഹീറ്റിംഗ് എഞ്ചിൻ തൊട്ടടുത്തിരിക്കുകയാണ്. അത്ര ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു അവസ്ഥയെ കൂടെ നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. ഇത്ര പബ്ലിക്കായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു കൈകാര്യം ചെയ്യേണ്ട കേസാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെതിരെ മന്ത്രി കുറച്ചുകൂടെ നല്ല വ്യക്തിക്ക് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും ഇപ്പൊ നിലവിലുള്ള മന്ത്രിമാരിലും നേരെ മുമ്പുള്ള മന്ത്രിമാരിലും ഏറ്റവും നല്ലൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഇപ്പൊ പുള്ളി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ അടുത്തൊരു മന്ത്രിസഭ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി ഘടകകക്ഷിയാണ്, കേരള കോൺഗ്രസ് B ആണ്. ഘടകകക്ഷി ആയതുകൊണ്ട് തന്നെ അടുത്ത ഏതെങ്കിലും ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഗതാഗത വകുപ്പ് മാറാം, നേരെ താഴെ പോവാം. അപ്പം അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പുള്ളിയുടെ കയ്യിലുണ്ട്. പിന്നെ ഇത്ര പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. അത് എക്സിക്യൂട്ടീവ് ചെയ്യാനൊക്കെ പുള്ളിക്ക് നല്ല വൃത്തിക്ക് അറിയാം. അതൊക്കെ എല്ലാം ഓക്കെ ആണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെയുള്ള കുറച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് തോന്നുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നും. ഇപ്പൊ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അവര് പ്രോട്ടോകോൾ ലംഘിച്ചു അല്ലെങ്കിൽ അവര് അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് ഒരു താക്കീത് കൊടുത്ത് വിടാം. പറഞ്ഞാൽ ഇത് ഇത്രയും പബ്ലിക് ഒപ്പീനിയായിട്ട് ഈ ആൾക്കാർ കണ്ടോണ്ടിരിക്കുക അവരുടെ ജോലി ചെയ്തെടുത്ത് അവര് തന്നെ ഒരു അപമാനത്തിനായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാം. ചിലപ്പോൾ അവരുടെ മക്കൾ TV മൊബൈലിനകത്ത് കാണാം. അവരുടെ ഫോട്ടോ സഹിതം വന്നേക്കുന്നത്.
അപ്പൊ അത്രയും ശകാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ KSRTC ജോലി ചെയ്യുന്നത്? നാളെ ഒരാള് ഒരിക്കലും ഒരു PSC എഴുതാനായിട്ട് മുമ്പോട്ട് വരില്ല. ഇപ്പൊ ഈ ഒരു കുറച്ച് നാളുകൊണ്ടാണ് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. മുമ്പ് പറഞ്ഞ ഗഡുകളായിട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ അടുത്ത് നമുക്കറിയില്ല. കാരണം അത് പെർമനന്റ് ശമ്പളം പോലും കിട്ടാത്തൊരവസ്ഥ KSRTCക്ക് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് മന്ത്രി കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താ പറയണ്ടേ, ഒരു ഇതിനെ കുറച്ചുകൂടെ കൈകാര്യം ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേട്ടല്ലോ. ഇപ്പൊ ഇതിനെതിരെ വെൽഫെയർ അസോസിയേഷനൊക്കെ ഒരുപാട് ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഗതാഗത വകുപ്പിനകത്ത് ഈ യൂണിയൻകാരാണ് ഏറ്റവും പ്രശ്നം. ഇപ്പൊ യൂണിയൻകാരുടെ പ്രശ്നമില്ല, കാരണം അവർക്കറിയാം. കാരണം 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ വലിയ പ്രശ്നക്കാരായിട്ട് വരുന്നില്ല. പിന്നെ ഈ ഒറ്റപ്പെട്ട ഈ മാടപത്രങ്ങളൊക്കെ ഇപ്പൊ നടക്കത്തില്ല, ഇപ്പൊ ചെലവാകത്തില്ലെന്നേ. കാരണം വെച്ചാൽ ഇപ്പോഴേ ഉള്ള പുതുതലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ തൊട്ട് SLC മാത്രം വേണ്ടി വരുന്നതല്ലല്ലോ. ഇപ്പൊ BA-കാരും MA-കാരും എല്ലാം ഏത് ടൈപ്പിലുള്ള ആൾക്കാരും KSRTC വരുന്നുണ്ട്. ഇപ്പൊ തൊട്ട് മുമ്പ് വരെ മടിക്ക് വരുന്നത്, കാരണം ശമ്പളം കൃത്യമായിട്ട് കിട്ടത്തില്ല. ഇത്രയൊക്കെ ലോണ് കാണും, അല്ലെങ്കിൽ അടവുകൾ കാണും. ഇത് കൃത്യമായിട്ട് കിട്ടില്ല, ഇവരങ്ങനെ മുമ്പോട്ട് പോകും. ഇപ്പം കുറച്ച് നാൾ കൊണ്ട് 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണം നിലവാരത്തിലും കൊടുത്തായിരുന്നു. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതെ ഗണേഷ് കുമാർ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല മന്ത്രിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട മന്ത്രിയാണ്. നല്ല കറക്റ്റ് എക്സിക്യൂട്ടീവ് ദീർഘവർഷമുള്ള ഒരു മന്ത്രിയാണ്. കാരണം ഈ കേരളിന്റെ ഒക്കെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഇദ്ദേഹം ഒരു ചാനലിൽ കൊണ്ട് പറയുന്നത്, ഒരു ഇന്റർവ്യൂവിനടുത്ത് പറഞ്ഞ ഈ നമ്മുടെ ഈ മലയോര റെയിൽപാത എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരാനുള്ള അത് കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും അനക്കമില്ല. കാരണം ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രി. കാരണം വെച്ചാൽ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കാനൊക്കെ കഴിവുള്ള ഒരാളാണ്. എന്ത് വരും എന്ത് വരില്ല എന്നൊക്കെയുള്ള കറക്റ്റായിട്ട് അറിയാം. എവിടെ നിൽക്കണം എന്നാണ് പുള്ളിക്ക് അറിയാം. ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നറിയാം. പുള്ളിക്ക് പറ്റിയ വകുപ്പ് ഗതാഗത വകുപ്പ് തന്നെയാണ്. കാരണം അത് കൊണ്ടുപോകാനെ കൊണ്ട് അങ്ങനെ ഒരാളെ പറ്റത്തുള്ളൂ. വേറൊരാളെ നോക്കി നമുക്ക് ഗതാഗത വകുപ്പ് പോയി നാശമായി. നമുക്കറിയാം കഴിഞ്ഞ 2.5 കൊല്ലം അതങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. എക്സിക്യൂട്ടീവ് ചെയ്യാനോ അല്ലെ അതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ പഠിക്കാനോ 2.5 കൊല്ലം ആന്റണി രാജു മന്ത്രിയായിട്ട് നമ്മൾ കണ്ടതാണ്, എല്ലാം കണ്ടതാണ്. അതിനെക്കുറിച്ച് ഒന്നും ഒരു ഇതുമില്ലായിരുന്നു. അത് താഴോട്ട് പോകാൻ അത് മുമ്പോട്ട് വളർച്ചയില്ല. നശിച്ചു പോയെന്ന് വിചാരിച്ചൊരു ഡിപ്പാർട്ട്മെന്റാണ് KSRTC. അതിപ്പം ലാഭം ആയിട്ടില്ലെങ്കിൽ പോലും ഒത്തിരി സർക്കാരിന് ഒരുപാട് മെച്ചമുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് നഷ്ടം കുറയ്ക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആൾക്കാർ ലൈവായിട്ട് ഇങ്ങനെ അടുത്ത ഇലക്ഷൻ 2023 ഇലക്ഷനാണ്. ഇപ്പൊ അത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കാണാം. അപ്പൊ ഈ പബ്ലിക് ഷോകളൊന്നും മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഗണേഷ് കുമാർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ചില നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും അവരും ജീവിക്കാൻ വേണ്ടി അവരും ലോകം ഓടി വരുമ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ പണിയല്ല. AC ഇല്ല, അല്ലെങ്കിൽ ഫാനില്ല. അവർക്ക് കിട്ടുന്നത് അത്രയും ലോകം ഓടി വരുമ്പോൾ ചിലപ്പം 2 ബോട്ടിൽ വെള്ളം കണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളമായിരിക്കാം. ചിലപ്പം എടുത്ത് പബ്ലിക് ഇപ്പൊ നമ്മൾ റോഡിൽ ഇട്ട് കഴിഞ്ഞാലും പറയും. അപ്പൊ അത് കുറ്റമായിരിക്കും. അപ്പൊ റോഡിൽ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കറക്റ്റ് വേസ്റ്റ് ഓർഡറിലുണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോൾ മറന്നുപോയി കാണുമായിരിക്കാം. കാരണം ഇവര് ഓൺ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുമല്ലേ, റെസ്റ്റ് കിട്ടുന്നില്ലല്ലോ. റെസ്റ്റ് അല്ലേ പിന്നെ അടുത്ത സ്റ്റാൻഡ് വരുമ്പോഴായിരിക്കും റെസ്റ്റ് കിട്ടുന്നത്. ഇത്ര മണിക്കൂറിന് ശേഷം ഈ ചൂടത്ത് ഇത്രയും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഒരു റൂമിലിരിക്കുമ്പോൾ തന്നെ എന്ത് ചൂടടിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ എന്ത് മടി ഞാൻ ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു അപനീയാവസ്ഥയായി പോയെന്ന് പറയാം. ഇങ്ങനെയൊന്നും ഒരിക്കലും ഇത്രയും ഒരു ഫോഴ്സ്മെന്റോട് കൂടിയുള്ള ഒരു രീതി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാല് അതൊരു ശരിയായ നടപടിയെല്ലാം തോന്നുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് രീതി. ബാക്കി എല്ലാ മന്ത്രിയുടെ കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഇതിന് നിൽക്കാറില്ല. കാരണം വെച്ചാൽ കറക്റ്റുള്ള നിയമ നടപടി എടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ചട്ടത്തിനകത്ത് വിപരീതമായിട്ടൊന്നും പോകുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഗണേഷ് കുമാർ ഓക്കെയാണ്. ബാക്കിയെല്ലാം പക്ക നല്ലൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ബൈ.